എങ്കിലും എഡ്വേഗെ അന്റോണിയോ അൽബനോ മെയ്നോ എന്ന ആ ചതുർനാമധാരിണി കോൺഗ്രസുകാരുടെ ആഗ്രഹത്തെ തീരെ മാനിച്ചില്ല. എഡ്വേഗെ അന്റോണിയോ അൽബനോ മെയ്നോ എന്നത് നമ്മുടെ സോണിയാഗാന്ധിയുടെ ശാസ്ത്രീയ നാമമാണ് കേട്ടോ, പറഞ്ഞു എന്നേ ഉള്ളൂ. യന്ത്രസമാനമായിട്ടുള്ള ചലനങ്ങളോടെ കാണപ്പെട്ടിരുന്നുവെങ്കിൽ പോലും മൻമോഹൻ സിംഗ് പൂർണ്ണമായിട്ടും ഒരു മനുഷ്യനായിരുന്നു എന്ന് തന്നെയാണ് പോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കാലത്താണ് ഭാരതീയർ ഇടതടവില്ലാതെ മൻമോഹൻ സിംഗിന്റെ സവിശേഷ ചലനശൈലി കണ്ടു തുടങ്ങിയതെന്നുള്ള ഒരു ഓർമ്മ പോങ്ങന് കൃത്യമായിട്ടുണ്ട്. ഈ വൈധവ്യം സമ്മാനിച്ചിട്ടുള്ള അധ്യക്ഷ പദവിയോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യജമാനത്തിയായി മാറിയിട്ടുള്ള സോണിയയ്ക്ക് വേണ്ടി അതിവിശ്വസ്തനായിട്ടുള്ള ഒരു കാര്യസ്ഥനെ പോലെ പ്രധാനമന്ത്രി പണി ചെയ്ത് ജീവിതം കഴിക്കുകയായിരുന്നു അദ്ദേഹം അക്കാലത്ത്. അങ്ങനെയാണ് പോങ്ങൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതൊരു ആരോപണമല്ല, പോങ്ങന്റെ ഉറച്ച വിശ്വാസമാണ്. പ്രധാനമന്ത്രിയായി വേഷം കെട്ടേണ്ടി വരുമ്പോൾ ജനശ്രദ്ധയിൽ നിന്ന് ശരീരത്തെ ഒളിപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അതിപ്പോ എത്ര വലിയ മായാജാലക്കാരനാണെങ്കിൽ പോലും സാധിക്കില്ല. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സമയത്ത് സാധുവായിട്ടുള്ള മൻമോഹനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് ഒളിച്ചുകൊണ്ട് തന്റെ ഈ പറയുന്ന പണി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ഒരു യന്ത്ര മനുഷ്യനെ പോലെ സോണിയയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി പണിയെടുക്കുന്നത് ഭാരതീയ ജനസമൂഹം കൺകുളിർക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ 2004 ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നത് സോണിയയായിരുന്നു. 1999 അമേഠിയിൽ നിന്ന് ഏതാണ്ട് 67-68% വോട്ടുകൾ നേടി വിജയിച്ച് പ്രതിപക്ഷ ദേവതയായി ലോക്സഭയിലേക്ക് എത്തിയ സോണിയ 2004 തന്റെ കടിഞ്ഞൂൽ പുത്രന് സേവിക്കാനായി അമേഠിയെ വിട്ടുകൊടുത്തുകൊണ്ട് റായ് ബറേലിയിൽ ചെന്ന് മത്സരിച്ച് അവിടെ നിന്നും വലിയ വിജയം അങ്ങോട്ട് കരസ്ഥമാക്കി. മണ്ഡലത്തിലെ 66% മനുഷ്യരും നെഹ്റുവിന്റെ മകളുടെ മകന്റെ വിദേശ നിർമ്മിത ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് ദാനിച്ചതിനാൽ റായ് ബറേലിയിലും സോണിയ വിജയിച്ചു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ലാംബോഗിനി, ഫിയറ്റ്, പിയാഗിയോ, ഫെരാരി, മസരാറ്റി, അതോ മസരാറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആട്ടെ, അതുപോലുള്ള ഇറ്റാലിയൻ നിർമ്മിത കാറുകളോട് പൊതുവേ വളരെ പ്രിയം വെച്ച് പുലർത്തുന്ന ഒരു ജനതയാണ് നമ്മൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഇറ്റാലിയൻ നിർമ്മിത പ്രധാനമന്ത്രി ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി ആഗ്രഹിച്ചു. ഐകകണ്ഠേന അവർ ആ ആഗ്രഹം പ്രകടമാക്കുകയും ചെയ്തു എന്നാണ് എന്റെ ഒരു ഓർമ്മ. എങ്കിലും എഡ്വേഗെ അന്റോണിയോ അൽബനോ മെയ്നോ എന്ന ആ ചതുർനാമധാരിണി കോൺഗ്രസുകാരുടെ ആഗ്രഹത്തെ തീരെ മാനിച്ചില്ല. എഡ്വേഗെ അന്റോണിയോ അൽബനോ മെയ്നോ എന്നത് നമ്മുടെ സോണിയാഗാന്ധിയുടെ ശാസ്ത്രീയ നാമമാണ് കേട്ടോ, പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രധാനമന്ത്രിയാവാനുള്ള പ്രവൃത്തി പരിചയം ഇല്ല എന്നതുകൊണ്ടല്ല സോണിയ കോൺഗ്രസുകാരുടെ ആഗ്രഹത്തെ അവഗണിക്കാൻ കാരണമെന്ന് പ്രത്യേകം ഓർക്കണം. കഴിവില്ലാത്തത് കൊണ്ടുമല്ല. ഇന്ത്യ ഭരിക്കാൻ തന്നോളം കഴിവുള്ള ആരും കോൺഗ്രസിലെന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഇല്ല എന്ന് ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം കൊണ്ടു നടക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ സോണിയാഗാന്ധി. അതുകൊണ്ട് തന്നെ അവരത്രയും ആത്മാർത്ഥമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതിനോട് അനുതാപത്തോടു കൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് പറയുന്ന ഒരു പക്ഷവും കൂടി പോകാനുണ്ട്. അതെന്തായാലും ഒരു ഇറ്റാലിയൻ നിർമ്മിത പ്രധാനമന്ത്രിയുടെ കരുത്തിൽ ഇന്ത്യ ശക്തി പ്രാപിക്കരുതെന്ന ചിന്തയുമല്ല അവർ പ്രധാനമന്ത്രി പദം സ്വീകരിക്കാത്തതിന് കാരണമായതെന്നുകൂടി പോങ്ങൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഈ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ഏകപുത്രി എന്ന യോഗ്യതയുടെ മികവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഉരുക്കൻ വനിതയിൽ നിന്നും മാതൃക സ്വത്തായി ലഭിച്ച പ്രധാനമന്ത്രി പദത്തെ കൂടെ കിടന്ന് അനുഭവിച്ചറിഞ്ഞവളാണ് എഡ്വേഗെ അന്റോണിയോ അൽബനോ മെയ്നോ എന്തെങ്കിലും ആട്ടെ ആ വ്യക്തി. ഇന്ത്യക്ക് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്തുകൊണ്ട് ഉപജീവിക്കുന്ന ഒരു കുടുംബത്തിലെ പ്രധാനമന്ത്രിക്കൊപ്പം ദീർഘകാലം അന്തിയുറങ്ങി ആർജിച്ച ഭരണജ്ഞാനം മാത്രം മതി അവരെ ഈ ഭൂമിയുടെ ഭരണാധികാരിയാക്കാൻ. അല്ലേ? വാസ്തവല്ലേ? എന്നാൽ കേവലം പ്രധാനമന്ത്രിയുടെ ജോലി ചെയ്ത് കിട്ടുന്ന ഒരു 1.5 ലക്ഷം രൂപ കൊണ്ട് മക്കളെ പോറ്റേണ്ട ഗതികേട് സോണിയയ്ക്ക് ഉണ്ടായിരുന്നേയില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാൻ കൃത്യമായ കാരണമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിന് കൃത്യമായ ഒരു ന്യായം പോങ്ങനെ നിരത്താനുണ്ട്. അതായത് നമ്മുടെ മുകേഷ് അംബാനി തീർച്ചയായിട്ടും ഈ ലോകത്തിറങ്ങുന്ന ഏറ്റവും വില കൂടിയ കാറ് പോലും അല്ലെങ്കിൽ ഏത് തരം വാഹനമാണെന്നുണ്ടെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന നമ്മുടെ മുകേഷ് അംബാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ലോകത്തിൽ എവിടെ ഇറങ്ങുന്ന എത്ര വില കൂടിയ കാറ് വേണമെങ്കിലും സ്വന്തമാക്കാൻ നിമിഷങ്ങൾക്കകം സാധിക്കും. അങ്ങനെയുള്ള മുകേഷ് അംബാനി സ്വന്തം യാത്രയ്ക്ക് സ്വന്തമായി വളയം തിരിക്കുന്നുണ്ടോ? എത്രയോ വാഹനങ്ങൾ, എണ്ണമില്ലാത്തത്ര വാഹനങ്ങൾ അദ്ദേഹത്തിനില്ലേ? ഏതെങ്കിലും ഒരു വാഹനം അദ്ദേഹം ഓടിക്കുന്നതായി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് വിദഗ്ധരായിട്ടുള്ള ഡ്രൈവർമാരെ ഏൽപ്പിക്കും. സാമാന്യം തരക്കേടില്ലാത്ത നിലയിൽ പാപ്പരായിട്ടുണ്ടെങ്കിൽ പോലും ഈ മുകേഷിന്റെ അനുജൻ അനിൽ അംബാനി അദ്ദേഹം സ്വന്തം ജെട്ടിയെങ്കിലും സ്വയം കഴുകിയതായി ഒരു ചരിത്രമുണ്ടോ? ഒക്കെ പോട്ടെ, 96 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു. 96 കൊല്ലം, അതോ 96-97 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു. അതിലൊരു 75 കൊല്ലക്കാലവും ഭാര്യയായും വാണു. 96 കൊല്ലം ജീവിച്ചു, അതിൽ 75 കൊല്ലം ഭാര്യയായും വാണു. എന്നാൽ ഒരിക്കലെങ്കിലും സ്വന്തം അപ്പിപ്പുര ഒന്ന് കഴുകുകയോ
7.5 പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യ കാലത്ത് ഒരു തവണയെങ്കിലും ഒരു കപ്പ് കാപ്പി ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്തിട്ടാണോ നമ്മുടെ എലിസബത്ത് രാജ്ഞി മരിക്കാൻ തയ്യാറായത്? ഒട്ടുമല്ല. തുണി കഴുകാനും പാചകം ചെയ്യാനും കുളിമുറി വൃത്തിയാക്കാനും അതുപോലെ തന്നെ പാർപ്പിടം പരിപാലിക്കാനും ഒക്കെ ജോലിക്കാരെ കൂലി കൊടുത്ത് നിർത്തുന്നതാണ് അതിസമ്പന്നരുടെ ജീവിത സമ്പ്രദായം. അതിസമ്പന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോടാനുകോടീശ്വരന്മാരെന്നും കോടീശ്വരികളെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ കാലത്തെ രാജാക്കന്മാർ എന്ന് മാത്രമാണ്. അങ്ങനെയുള്ളവർ ഇതുപോലെയാണ്. അതായത് ഏതു പണിക്കും കൂലിക്ക് ആളെ വെച്ച് ചെയ്യിപ്പിക്കും. അതുതന്നെയാണ് സോണിയ ചെയ്തതും. കുടുംബ ഖജനാവിൽ ഇഷ്ടം പോലെ ഇല്ലേ? സോണിയയ്ക്ക് പുരുഷധനമായി ലഭിച്ച പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് അധികാരം ലഭിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഒരാളെ ചുമതലപ്പെടുത്തി, കൂലിക്ക് ആളെ വെച്ച് പണിയെടുപ്പിച്ചു എന്ന് പറയുന്നത് പോലെ. ഭർത്താവിൻ്റെ മുത്തച്ഛനും ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവുമൊക്കെ പ്രധാനമന്ത്രിമാരായി ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും സമ്പന്നവും സാമൂഹ്യ മൂല്യവുമുള്ള കുടുംബമാക്കി മാറ്റിയില്ലേ? കുടുംബ ഖജനാവിൽ ഇഷ്ടം പോലെ ഇല്ലേ? അല്ലെങ്കിൽ ഈ ഭാരത രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരു ചാല് വെട്ടി കുടുംബ ഖജനാവിലേക്ക് വെട്ടി വെച്ചിട്ടില്ലേ ഇവരൊക്കെ? അപ്പോൾ അവരോളം, അല്ലെങ്കിൽ ഭർത്താവിന്റെ മുത്തച്ഛനേക്കാളും ഭർത്താവിന്റെ അമ്മയെക്കാളും ഭർത്താവിനേക്കാളും അല്ലെങ്കിൽ അവരെ പോലെ സ്വയം പര്യാപ്തത ഇല്ല എന്നുള്ളത് കൊണ്ടല്ല സോണിയാഗാന്ധി പ്രധാനമന്ത്രി പണി എടുക്കാതിരുന്നത്. ഓരോ കോൺഗ്രസുകാരും ആ സ്ത്രീയെ സംബന്ധിച്ച് തന്റെ ഭൃത്യർ മാത്രമാണ്. സ്വയം പ്രധാനമന്ത്രിയാവുന്നതിലും നല്ലത് നല്ല അനുസരണാശീലവും വിധേയത്വ ബുദ്ധിയുമുള്ള ആളെ ആ പണി ഏൽപ്പിച്ചിട്ട് ഖജനാവ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം സവിശേഷ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് വളരെ ബുദ്ധിപരമായ നീക്കമെന്ന ഇറ്റാലിയൻ മഹിള തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി പ്രധാനമന്ത്രി പണി ചെയ്യാൻ സോണിയ ഒരാളെ കണ്ടെത്തി. സാമ്പത്തിക ശാസ്ത്രം കവിയുന്ന ബുദ്ധി, വിധേയത്വ വൈദഗ്ധ്യം നിറഞ്ഞിട്ടുള്ള വ്യക്തിത്വം, യജമാന ഭക്തി തികഞ്ഞ ശരീരഭാഷ, അനുസരണാധിക്യം മുറ്റിയിട്ടുള്ള സ്വഭാവം, അതായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ്, അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം ഒരിക്കലും ജീവിച്ചിട്ടില്ല. തന്നെ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിച്ച ഉരുക്കൻ വനിതയുടെ ഇറ്റാലിയൻ നിർമ്മിത മരുമോൾക്ക് വേണ്ടി പ്രധാനമന്ത്രി പണി ചെയ്യാൻ സാധിച്ച നിയോഗത്തെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യൻ 1 പതിറ്റാണ്ട് കാലം യാന്ത്രികമായ ചലനത്തോടെ ജീവിതം കഴിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലേ? യാന്ത്രികമായ ചലനത്തോടുകൂടി. ഒരുപക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധിയോടുകൂടിയുള്ള മനുഷ്യനോട് ഏറെക്കുറെ പൂർണ്ണമായും യോജിക്കുന്ന നിലയിലുള്ള ശരീരഭാഷയോടുകൂടി റോബോട്ടുകളെ നിർമ്മിക്കാനുള്ള പ്രചോദനമായത്, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ഒരു നീക്കം നടത്താൻ നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാരെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ മൻമോഹൻ സിംഗിന്റെ ശരീരത്തിന്റെ ഈ ചലന സമ്പ്രദായമാണോ എന്ന് പോലും പോങ്ങൻ സംശയിക്കുന്നുണ്ട്. 1991 പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിന്റെ ഭീഷണിയെ അതിജീവിക്കാൻ ത്രാണിയില്ലാതെയാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായത്. പ്രതിപക്ഷത്തിന് വായ പൂട്ടാൻ സമയം കൊടുക്കാത്ത നിലയിൽ അദ്ദേഹം ധനകാര്യമന്ത്രി പണിയെടുത്തു. ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവനെന്ന ദുഷ്പേര് കേൾപ്പിച്ചവനല്ല നമ്മുടെ മൻമോഹൻ സിംഗ്. ധനകാര്യമന്ത്രി ആയതുപോലെ നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഒരിക്കൽ ഈ തിരഞ്ഞെടുപ്പിന് മത്സരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് വന്നത്. 99 ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചു, തരക്കേടില്ലാത്ത നിലയിൽ തോൽക്കുകയും ചെയ്തു. ഇറ്റാലിയൻ പൗര കൂടിയായിട്ടുള്ള സോണിയ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച വർഷം തന്നെ മൻമോഹൻ സിംഗിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ഈ തോൽവിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിജയമായി പോങ്ങൻ കാണുന്നത്. മുത്തശ്ശിയുടെ മൂക്കും മുടിയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൊച്ചുമകളും മുത്തശ്ശിയുടെ മൂക്കും മുടിയും നോക്കി വോട്ട് നൽകുന്ന നാട്ടാരുമുള്ള നാട്ടിൽ മൻമോഹൻ സിംഗിനെ പോലെ തലയ്ക്ക് വെളിവിന്റെ ബലമുള്ള മനുഷ്യർ തോൽക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്, അല്ലേ? മൻമോഹൻ സിംഗ് ജനിച്ചത് പാകിസ്ഥാനിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാകിസ്ഥാനിലായി പോയിട്ടുള്ള പഴയ ഹിന്ദുസ്ഥാനിൽ, അങ്ങനെയാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. അകന്ന സഹോദരങ്ങളായിട്ടുള്ള നെഹ്റുവിനും ജിന്നയ്ക്കും രണ്ടുപേർക്കും പ്രധാനമന്ത്രിമാരാവാൻ വേണ്ടി 1947 ഈ മഹാരാജ്യത്തെ രണ്ടായി പകുത്തു കളഞ്ഞല്ലോ. ജിന്നയ്ക്ക് വീതം കിട്ടിയിട്ടുള്ള ഭാഗത്ത് നിന്ന് നെഹ്റുവിന്റെ പറമ്പിലേക്ക് വന്നവരിൽ മരിച്ചവരും ജീവനുള്ളവരും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കറണ്ടും പോയോ? ജീവനോടെ വരാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യരിൽ മൻമോഹൻ സിംഗും ഉൾപ്പെട്ടിരുന്നു. എന്തായാലും നല്ലോണം പഠിച്ചു, മികവുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായി. സോണിയയുടെ അമ്മായിയമ്മയും PV നരസിംഹറാവുവും ഒക്കെ സാമ്പത്തിക വൈദഗ്ധ്യം തികഞ്ഞ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെയും വിശ്വസ്തത തികഞ്ഞ ആ മനുഷ്യന്റെ സ്വഭാവശുദ്ധിയെയും വളരെ നല്ലോണം പ്രയോജനപ്പെടുത്തി. ഇന്ന് അദ്ദേഹത്തെ ആഘോഷിച്ച് വാഴ്ത്തുന്ന സകലരും ഒരു കാലത്ത് മൻമോഹൻ സിംഗിനെ അത്രമാത്രം എതിർത്തവരാണ്. ഈ ഗാട്ട് ആസിയൻ കരാറുകളുടെ പേരിൽ കത്തിയ മൻമോഹൻ കോലങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കണക്കില്ല. അതുപോലെ മരണാനന്തര ജീവിതത്തിന് പോലും അവശത പകരുന്ന നിലയ്ക്കാണ് ഇന്ദിരയുടെ ഇറ്റാലിയൻ നിർമ്മിത മരുമോളും മക്കളും കൂടി മൻമോഹൻ സിംഗിനെ നിഷ്കരുണം ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പോലും അർഹിക്കുന്ന ആദരവ് മൻമോഹന് നൽകാനുള്ള മര്യാദ ആ സ്ത്രീ പ്രകടിപ്പിച്ചിട്ടില്ല. കുടുംബ സ്വത്തായ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് മൻമോഹൻ സിംഗിനെ വെച്ച് പ്രധാനമന്ത്രി പണി എടുപ്പിക്കുക മാത്രമായിരുന്നു സോണിയ ചെയ്തത്. 2004 മുതൽ 14 വരെയുള്ള 1 പതിറ്റാണ്ട് കാലത്ത് ഇന്ത്യയിൽ നടന്ന അഴിമതികൾ എണ്ണിയെടുക്കാൻ വളരെ പ്രയാസപ്പെടും.
2G സ്പെക്ട്രം, അതുപോലെ തന്നെ ഈ കോമൺവെൽത്ത് മുതൽ അങ്ങനെ അങ്ങ് നീളും ഈ അഴിമതി പട്ടിക. ഈ DMK മന്ത്രിയായിരുന്ന അണ്ടിമുത്ത് രാജയൊക്കെ അല്ലെങ്കിൽ എ രാജ എന്ന് പറയുന്നതായിരിക്കും കടുത്ത സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ചെവിക്ക് നല്ലത്. അപ്പോൾ ഈ എ രാജയൊക്കെ ഖജനാവ് കട്ടുകൊണ്ടു പോകുന്നത് ഉദാരവൽകൃതമായിട്ടുള്ള നോട്ടത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ മാത്രമേ നമ്മുടെ മൻമോഹൻ സിംഗിന് സാധിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കരുണാനിധിയുടെ മകളൊക്കെ വെച്ച് പുലർത്തുന്ന തസ്കര ശേഷിയുടെ ആഴവും പരപ്പവും കണ്ടാണോ നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ചലനം യന്ത്രസമാനമായതെന്ന് പോലും വാസ്തവത്തിൽ പോങ്ങൻ സംശയിക്കുകയാണ്. കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും പോങ്ങൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ ഇതാണ്. അതായത് കോൺഗ്രസിന്റെ ഘടകകക്ഷികൾ പോലും ഇമാതിരി കക്കൽ കട്ടകാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് വെറും 15 കോടി രൂപയുടെ ആസ്തി മാത്രമാണ്. വെറും 15 കോടി. അതൊരു വലിയ സംഖ്യയല്ല. 15 കോടി എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയല്ല. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഇപ്പുറത്തേക്ക്, ഒരു 5-6 വർഷത്തിന് ഇപ്പുറത്തേക്ക് നേരെ ചൊവ്വേ എഴുത്തും വായനയും പോലും അറിയില്ലാതിരുന്ന പല യൂട്യൂബർമാർക്കും വാസ്തവത്തിൽ ഒരു 10 വർഷം പോലും വേണ്ട 15 കോടി രൂപ ഉണ്ടാക്കാൻ എന്ന് പറയുന്നത്. അതാണ് വരവ് നില ഇന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരു ജന്മം കൊണ്ട് വെറും 15 കോടി രൂപ മാത്രമേ സമ്പാദിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു പ്രാപ്തി കുറവായിട്ട് തന്നെ വേണം അടയാളപ്പെടുത്താൻ. ദീർഘകാലം സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായി പ്രവർത്തിച്ച, റിസർവ് ബാങ്ക് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള, നിരവധി സർക്കാർ തസ്തികകളിൽ ഉയർന്ന ശമ്പളക്കാരനായിട്ടുള്ള, ഒരു വട്ടം ധനകാര്യമന്ത്രിയും 2 വട്ടം പ്രധാനമന്ത്രിയുമായിരുന്ന ഒരു വ്യക്തിക്ക് 15 കോടി രൂപ മാത്രമേ ആസ്തിയായി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഒരിക്കലും ഒരു കോൺഗ്രസുകാരനായിരുന്നില്ല എന്നേ പോങ്ങനെ പറയാൻ പറ്റൂ. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഴയ ഭാരത മണ്ണിൽ ജനിച്ച മൻമോഹൻ സിംഗ് ഇന്ദിരയുടെ ഇറ്റാലിയൻ നിർമ്മിത മരുമോൾക്കു വേണ്ടി യന്ത്രസമാനമായി ഭരണയന്ത്രം തിരിച്ചിട്ടുള്ള ഒരു സാധു മനുഷ്യൻ മാത്രമായിരുന്നു. തന്നെ ഏൽപ്പിച്ച പണി ആ മനുഷ്യൻ ഭംഗിയായി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് നേര്, അല്ലേ? എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും അതുപോലെ തന്നെ ധനമന്ത്രിയായതും പ്രധാനമന്ത്രിയായതും ഒന്നും സ്വന്തം തീരുമാനപ്രകാരമായിരുന്നില്ല. അദ്ദേഹം സ്വന്തമായി എടുത്ത തീരുമാനമായിരുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ കോൺഗ്രസുകാർ പാട്ടത്തിനെടുത്തതിന് ശേഷം ആ മനുഷ്യൻ സ്വന്തമായി എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊണ്ടതായി പോങ്ങൻ കരുതുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ പോങ്ങന് സാധിക്കുന്നില്ല. 버리고 가시는 님은 심리도 못 가서 발병이 나고 20리 못 가서 불안당 만나고 30리 못 가서 되돌아오나 내 사랑아 왜 생겼나. എന്തായാലും സോണിയയുടെ ഭൃത്യ പദവി ഏറ്റെടുത്തതിന് ശേഷം മൻമോഹൻ സിംഗ് സ്വന്തമായി ചെയ്ത, അതല്ലെങ്കിൽ സോണിയയുടെ അനുമതി തേടാതെ കൈക്കൊണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വന്തം മരണമായിരിക്കണം. 강원도 금강산 12000봉 സോണിയയോട് കൂടിയാലോചിച്ചില്ല, രാഹുൽ ഗാന്ധിയുടെ സമ്മതം തേടിയില്ല, പ്രിയങ്ക ഗാന്ധിയോട് അഭിപ്രായം ആരാഞ്ഞില്ല, റോബർട്ട് വധേരയുടെ അനുമതി കാത്തില്ല. സ്വന്തം നിലയിൽ മൻമോഹൻ സിംഗ് അന്തരിച്ചു. പൂർണ്ണമായും മൻമോഹൻ സിംഗ് പരേതപ്പെട്ടു. ഇതുവരെ ആ മനുഷ്യനെ ആക്ഷേപിച്ചവരും അവഗണിച്ചവരും അല്പകാലത്തേക്ക് പ്രശംസാ വചനങ്ങൾ കൊണ്ടും ആഘോഷ വാഴ്ത്തൽ കൊണ്ടുമാവും മൻമോഹൻ സിംഗിനെ അധിക്ഷേപിക്കുക കുറച്ചു കാലത്തേക്ക്. അതെന്തോ ആവട്ടെ. എന്തായാലും 2025 നമുക്കൊപ്പം വരാതെ ഇഹലോകവാസം ഉപേക്ഷിച്ച എല്ലാ സഹജീവികൾക്കും മൻമോഹൻ സിംഗും MD വാസുദേവൻ നായരും ഉൾപ്പെടുന്ന എല്ലാ പരേതർക്കും പോങ്ങന്റെ ആദര പ്രണാമം. വളരെ ആദരവോടുകൂടിയുള്ള പ്രണാമം.